താങ്ക്സ് പെട്ടെന്ന് പറയാമോ? ജനറൽ ഫ്ലവേഴ്സ് ഈ ശാസ്ത്രീയ നാമങ്ങൾ വേണ്ട, വേറെ പറഞ്ഞത് ജാക്ക് വെറൈറ്റീസ്. പത്തോളം ചക്കയുടെ വെറൈറ്റീസ് ഉണ്ട്, കൊയ്യക്കായുടെ കുറെ വെറൈറ്റീസ് ഉണ്ട്, ഒരു 5-6ഓളം വെറൈറ്റി. പിന്നെ സപ്പോർട്ടയുടെ റെഡ് ഉൾപ്പെടെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ശരിക്കും സപ്പോർട്ട ബ്ലൂ സപ്പോർട്ടയും ബ്ലാക്ക് സപ്പോർട്ടയും ഒക്കെ ഉണ്ട് അല്ലേ? ഗ്രീൻ സപ്പോർട്ട മറ്റേ കാന്തല്ലൂരിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് പിന്നെ ഗോവ വെറൈറ്റീസ് ഉണ്ട് സാറിന്റെ കയ്യിൽ. ഗോവ കൊയ്യക്കായിന്റെ കുറെ വെറൈറ്റി ഉണ്ട്. പിന്നെന്താണ് അതിലിപ്പോൾ സ്ട്രോബെറി പേര അങ്ങനത്തെ, അതൊക്കെ ആ ഫാമിലിയിൽ വരുന്നതാണ്. പിന്നെ അബിയു മാംഗോന്റെ കുറെ വെറൈറ്റീസ്, മാംഗോ ഉണ്ട്, മാവിന്റെ വെറൈറ്റീസ്, പ്ലാവിന്റെ വെറൈറ്റീസ് 10 എന്നല്ലേ സാർ? 10. പിന്നെ നമ്മുടെ ജബൂട്ടിക്കാബ. ഈ നമ്മളൊരു ചക്കയിലൊരു മേനോൺസ് പറഞ്ഞൊരു ചക്ക അങ്ങനെ എന്തോ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണൂത്തിയിലൊരു പ്രദർശനത്തിന് പോയപ്പോൾ എന്തോ ഒരു മേനോൺ എന്ന് പറഞ്ഞൊരു ചക്ക കണ്ടു. അത് അവിടെ ഒരു ചക്ക പ്രദർശനം ഉണ്ടായിരുന്നു ആ യൂണിവേഴ്സിറ്റിയുടെ സെയിൽസ് കൗണ്ടറോടനുബന്ധിച്ചിട്ട്. അപ്പോൾ ആ വെറ്റിനറി കോളേജിലേക്ക് പോവില്ലേ, അവിടെ ഒരു മേനോൺസ് പറഞ്ഞൊരു ചക്ക വിൽക്കുന്നുണ്ടായിരുന്നു. മങ്കി ഫ്രൂട്ട് ആണ് നമ്മൾ പറയാൻ പറ്റുന്നത്. ഈ ബരാബയുടെ തൊട്ട് മരങ്ങളുണ്ടോ? ഇത് ബരാബയല്ലേ? ഇനി മങ്കി ഫ്രൂട്ട് ഏത്? ഇത് അല്ലേ? ഇതൊരു ചെറിയ ഒരു അതല്ലേ? അതിന് മങ്കി ഫ്രൂട്ട് എന്നാണോ പറയാ? ശരി ശരി, വളരെ ഉപകാരത്തിന് പരിചയപ്പെട്ടതിന്. ശരി ശരി, വളരെ ഉപകാരത്തിന് പരിചയപ്പെട്ടതിന്. വലിയൊരു ഫാമിലി, ആ പട്ടത്ത് ഫാമിലി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ളത്. എവിടെയൊക്കെ വരുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ആ ഇൻസ്റ്റാ മെസ്സേജാണ് നമ്മൾ. ബ്ലാക്ക്ബെറി ജാം. പക്ഷെ ഫംഗൽ ബാധ വന്നിട്ടുണ്ടല്ലോ, ഫംഗൽ ബാധ വന്നിട്ടുണ്ട്. ആ ടെന്നീസ് എന്താ ചെറി വെറൈറ്റി, ടെന്നീസ് ചെറി അല്ലേ സാർ പറഞ്ഞത്? കറുപ്പ് കളറിലാണ് ഇതിന്റെ ബ്ലാക്ക്ബെറി സപ്പോർട്ട അല്ലേ? സപ്പോർട്ടല്ല, താങ്ക്സ് പെട്ടെന്ന് പറയാമോ? ജനറൽ ഫ്ലവേഴ്സ് ഈ ശാസ്ത്രീയ നാമങ്ങൾ വേണ്ട, വേറെ പറഞ്ഞത് ജാക്ക് വെറൈറ്റീസ്. 10 ചക്കയുടെ വെറൈറ്റീസ് ഉണ്ട്, കൊയ്യക്കായുടെ കുറെ വെറൈറ്റീസ് ഉണ്ട്, ഒരു 5-6ഓളം വെറൈറ്റി. പിന്നെ സപ്പോർട്ടയുടെ റെഡ് ഉൾപ്പെടെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ശരിക്കും സപ്പോർട്ട ബ്ലൂ സപ്പോർട്ടയും ബ്ലാക്ക് സപ്പോർട്ടയും ഒക്കെ ഉണ്ട് അല്ലേ? ഗ്രീൻ സപ്പോർട്ട മറ്റേ കാന്തല്ലൂരിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് പിന്നെ ഗോവ വെറൈറ്റീസ് ഉണ്ട് സാറിന്റെ കയ്യിൽ. ഗോവ കൊയ്യക്കായിന്റെ കുറെ വെറൈറ്റി ഉണ്ട്. പിന്നെന്താണ് അതിലിപ്പോൾ സ്ട്രോബെറി പേര അങ്ങനത്തെ, അതൊക്കെ ആ ഫാമിലിയിൽ വരുന്നതാണ്. പിന്നെ അബിയു മാംഗോന്റെ കുറെ വെറൈറ്റീസ്, മാംഗോ ഉണ്ട്, മാവിന്റെ വെറൈറ്റീസ്, പ്ലാവിന്റെ വെറൈറ്റീസ് 10 എന്നല്ലേ സാർ? 10. പിന്നെ നമ്മുടെ ജബൂട്ടിക്കാബ. ഈ നമ്മളൊരു ചക്കയിലൊരു മേനോൺസ് പറഞ്ഞൊരു ചക്ക അങ്ങനെ എന്തോ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണൂത്തിയിലൊരു പ്രദർശനത്തിന് പോയപ്പോൾ എന്തോ ഒരു മേനോൺ എന്ന് പറഞ്ഞൊരു ചക്ക കണ്ടു. അത് അവിടെ ഒരു ചക്ക പ്രദർശനം ഉണ്ടായിരുന്നു ആ യൂണിവേഴ്സിറ്റിയുടെ സെയിൽസ് കൗണ്ടറോടനുബന്ധിച്ചിട്ട്. അപ്പോൾ ആ വെറ്റിനറി കോളേജിലേക്ക് പോവില്ലേ, അവിടെ ഒരു മേനോൺസ് പറഞ്ഞൊരു ചക്ക വിൽക്കുന്നുണ്ടായിരുന്നു. മങ്കി ഫ്രൂട്ട് ആണ് നമ്മൾ പറയാൻ പറ്റുന്നത്. ഈ ബരാബയുടെ തൊട്ട് മരങ്ങളുണ്ടോ? ഇത് ബരാബയല്ലേ? ഇനി മങ്കി ഫ്രൂട്ട് ഏത്? ഇത് അല്ലേ? ഇതൊരു ചെറിയ ഒരു അതല്ലേ? അതിന് മങ്കി ഫ്രൂട്ട് എന്നാണോ പറയാ? ഇത് പശുക്കളുടെ ഇതിൽ പട്ടത്ത് എഴുതിയിട്ടില്ല അല്ലേ? ഓക്കെ സാർ, അപ്പോൾ ഞാനന്ന് ഇറങ്ങിക്കോട്ടെ. ജൈവഗൃഹത്തിൽ നിന്ന് ഞാൻ. ഇത് ചെമ്പകം പോലെയാണ്. അതെ അതെ, നല്ല മണമുണ്ട്. ഇത് ഏതെങ്കിലും വെറൈറ്റി സീഡാണോ? ഇതിന് കിലോ പേരയാണോ പറയാ? കിലോ പേരയല്ല. ഓ ശരി. ഒരു പിങ്ക് കളറിൽ പിങ്ക് കൊയ്യാണ്. ഓ ശരി. നന്നൊന്നും അല്ല, സാധാ ഇഞ്ചി. ശരി. നായ്നെല്ലിക്ക, സാധാ നായ്നെല്ലിക്ക. പിന്നെ ഈ മാണിയില്ല വാഴയുണ്ടോ? ഇല്ലല്ലോ. പെരുമ്പിൽ ജിൽ പറഞ്ഞൊരു വീട്ടിലുണ്ട്. അത് ഒരു മണ്ണൂത്തിയിലെ പീച്ചിയുടെ അവിടെ ഒരു വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. മൂടില്ല പൂവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആനക്കൊമ്പൻ വാഴ എന്ന് പറഞ്ഞിട്ട് ആനയുടെ കൊമ്പ് പോലെ അത്രയും അടിയുന്നേ കായ്കൾ വരുന്നത്. അതെല്ലാം അവിടെയും കിട്ടും.
ഇത് സ്വീറ്റ് മറ്റേതാണ് സീഡ്ലെസ് ആണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കായ്ച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് കായ്ച്ചാലേ എന്തോ വിഷയം എന്നുള്ളത്. പല പല വെറൈറ്റീസ് ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. ആ ജാവാപ്പിൾ വേറെ ഉണ്ടായിരുന്നു, ഞാൻ വെട്ടി. അപ്പം ഇത് സാധാ ചാമ്പ അല്ലേ? ഇതാ ഈ ചോപ്പ് കിടക്കുന്ന പുളിയുള്ളത്. ആ പിന്നെ കഴിഞ്ഞു അല്ലേ? ഇത് ഗ്രേപ്സ് ഉണ്ട് അല്ലേ? ഗ്രേപ്സ് ഉണ്ട് സാർ ഒന്ന് ഇതിൽ പിടിച്ച് നിൽക്കുന്ന മാതിരി. ഇതാ 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 സാർ ഇത് പിടിച്ച് കാണുന്നില്ല. ആ കാണുന്നുണ്ട്. ഗ്രേപ്സ് തമിഴ്നാട് കൾച്ചർ സാർ ഒരു മിനിറ്റ് സാർ ഇത് പനീർ ഗ്രേപ്സ് ആണോ? പനീർ ഗ്രേപ്സ് ആ ജ്യൂസ് ഗ്രേപ്പ് കഴിക്കാവുന്ന പനീർ ഗ്രേപ്സ് ആണല്ലേ? ഇത് ഈ ചെടി എന്താ സാറിന്റെ? ഓ നന്നായിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന? ഇതാണ് എന്താ ആപ്പിളാണോ? വെൽവെറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞതാണ്. തീരെ നന്നല്ലാത്ത ഫ്രൂട്ട് ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. കാച്ചോ അത് സാറിന് ഇത് പിടിച്ചിട്ട് ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്? നാഗ്പൂർ ഓറഞ്ച്. ഇത് ഞാൻ ഇവിടെ നെല്ലിയാമ്പതിയിൽ കിട്ടുന്നുണ്ടോ? അവിടെ ഒരു ഫാം ഉണ്ട്. ഗവൺമെന്റ് ഫാമാണോ? പ്രൈവറ്റും ഉണ്ടോ നെല്ലിയാമ്പതിയിൽ? ഓ ശരി. നെല്ലിയാമ്പതി സെൻട്രലല്ല കേട്ടോ, ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സ്ഥലമാണ് എനിക്ക് പേര്. കാലാവസ്ഥയുടെ ചില മാറ്റങ്ങൾ കാരണം അതൊക്കെ വേണ്ടത്ര ശോഭിക്കില്ല. അത് കൃഷിയും അത് തന്നെയാണല്ലേ? കൃഷിയിൽ നമ്മൾ വളമൊക്കെ ഇട്ടാൽ ഈ കാലാവസ്ഥയുടെ കൊണ്ട് ചിലപ്പോഴൊന്നും വിജയിക്കില്ല. ഇതൊരു പ്രത്യേക ഇതും തന്നെയാണ് കേട്ടോ, ഞാവലാണ്. പേര് ഞാൻ മറന്നു. ഇത് മട്ടോവ എന്ന് പറയുന്നത്. ഓ മട്ടോ ഗ്രോത്ത് അല്ല, വളരെ സ്ലോയിലാണ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ടു. മട്ടോവയോ? ശരി. പിന്നെ വളപ്രയോഗവും ട്രിപ്പ് തന്നെ കൊടുക്കേണ്ടി വരും അല്ലേ? പറഞ്ഞ ചെടിയുണ്ടോ? വാനിലയുടെ ഒക്കെ മണം ഉണ്ടാവും. ഇത് പിള്ളേർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനാണല്ലേ? സർ ഇതെന്താ മുസാമ്പിയാണോ? ഏത് മുസാമ്പിയാ? സാധാരണ മുസാമ്പി. എല്ലാവിടെയും ആപ്പിൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആണല്ലേ? മൂന്നാറിലൊക്കെ പോയാൽ എന്താ രസമായിരിക്കും. കാന്തല്ലൂരൊക്കെ. ഇതും ആപ്പിൾ തന്നെയാണല്ലേ? ഇത് അവിടെ തൃശ്ശൂരിന് എത്തിച്ചതാണോ? വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് അല്ലേ? ഞാനപ്പോൾ ഒരു മുരളി സാറ് പറഞ്ഞ ഒരാൾക്ക് ഇത് കൊടുത്തിട്ട് അവർക്ക് ഒരു കൗതുകമൊന്നും തോന്നിയില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് ധാരാളമായിട്ട് കിട്ടിയിട്ട് കഴിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? സ്വീറ്റ് സാൻഡോൾ ഉണ്ട് അല്ലേ? അവിടെ ആ ആശ്രമത്തിലുണ്ടായിരുന്ന പുളി സാൻഡോൾ ആയിരുന്നു. അപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയതായിരിക്കും സ്വീറ്റ് സാൻഡോൾ അല്ലേ? ഇത് കശുമാങ്ങ സാധാ വെറൈറ്റി ആണോ? ആ അപ്പോൾ ഇത് സർ ഇതിൻ്റെ പേരെന്താ? ഇതും ലാൻസെറ്റ് ലോങ്കൻ. ഓ ഇത് നാടൻ ലോങ്കൻ. ലോങ്കൻ എന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളർ കുഞ്ഞു സപ്പോർട്ടേഡ് അല്ലേ? ആ ഇത് വടുകപ്പുളി അല്ലേ? ഇനി അവിടെ നിന്ന് അങ്ങോട്ടൊന്നും നല്ല വെറൈറ്റീസ് ഇല്ല. ആ ഉണങ്ങി നിൽക്കുന്ന മരം ഏതാ? ഓ ഇവിടെ മണ്ണ് തിരി നല്ല ഹാർഡാണ്, അതാണ് ഉണങ്ങുന്നത് അല്ലേ? അല്ല അതൊരു വയലറ്റ് കൊയ്യാണത്. ആ ഉണങ്ങിയിട്ടില്ല, പക്ഷേ ഏതോ ഫംഗൽ രോഗം വന്ന മാതിരി ഉണ്ടല്ലേ? ഗോവ വയലറ്റ്. ഓ വയലറ്റ് കളർ കൊയ്യാ കയ്യില്. ഇത് പറഞ്ഞ മാങ്ങയാണ് അല്ലേ? ഇത് വയലറ്റ് ആണോ? അല്ലല്ലോ, റെഡ് ആണോ? റെഡ്. പിന്നെ അത് കോസ്റ്റാറിക്ക ചെറി. ആ മറ്റേതോ അത് ആ ആപ്പിൾ ആണോ? അത് ആ ചാലിന് അക്കരെ നിൽക്കുന്നുണ്ട്. ചാലിന്റെ ഇതല്ല ഈ പറയണതല്ലേ, ഈ ചാലിന്റെ ഉള്ളിൽ അത് നമ്മുടെ മറ്റേ തന്നെയാണ് ടെന്നീസ് ബോൾ ചെറി. ഓക്കെ ഓക്കെ. അപ്പോൾ സാർ ഇതെന്താ? ഇത് ഒരു തരം ചക്കയാണ്, എനിക്ക് ഇതിന്റെ പേര് അറിഞ്ഞൂടാ. ഓ ശരി. അപ്പുറത്തുള്ളത് ചമലിയ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്, അത് ആയല്ല. ഇതെന്താ? ഇത് ചെമ്പടക്ക്. ഇത് ചെമ്പടക്ക് ചക്ക ഇങ്ങനെയാണോ ഉണ്ടാവുക? ഇങ്ങനെയാണ് ഇത് വരുന്നത്. ചെമ്പടക്ക് ഇങ്ങനെയോ? അല്ല ഇത് വേറെ എന്തോ ഒരു അതെ ആഞ്ഞിലിയുടെ പോലെ ഉണ്ട് അല്ലേ? അതുമാതിരി തന്നെ. ഇതോ അത് ചമലിയ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. ചമലിയ. ഓ അതിലെതിരിക്കുന്ന കുപ്പാസു എന്നാണ് എതിരിക്കുന്നത്. അല്ല കേട്ടോ, ഇത് മാറി വെറുതെ കുട്ടിയല്ല വീട് കിടക്കുന്നത്. ഓ സാർ ഇതിന്റെ കായ് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതിന് വീഡിയോസ് എടുക്കാം. ഇതിന് റെഡ് കളറാവും.
നല്ല റെഡ്, ഇതിങ്ങനെ റെഡ് കളറായിട്ട് വരുമല്ലോ. ശരി, സാരില്ല. ഇതോ ഈ കാണുന്നത് റംബൂട്ടാൻ. റംബൂട്ടാൻ, ഓക്കെ ഓക്കെ. യെല്ലോ റംബൂട്ടാൻ. അപ്പം ബിഗുന, ഓക്കെ ഓക്കെ. ആ ചൈനീ ഇതിന് ഫാമിലി നെയിമും അതിൻ്റെ സ്വദേശ് ഒറിജിനൽ. ഓക്കെ ഓക്കെ. ഇത് മൂട്ടിൽ ഫ്രൂട്ടോ. ഇതെന്താ മൂട്ടിൽ ഫ്രൂട്ട്? മൂട്ടിൽ ഫ്രൂട്ട്. ഇത് റെഡ് ലേഡി. ഇതെന്താ? റംബൂട്ടാൻ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ഇതെന്താ? ഇത് എന്ത് ഞാവൽ തന്നെ? അത് ഏത് വെറൈറ്റിയാ? ബ്ലാക്ക്. ഈ തമിഴ് ആന്ധ്രയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വെറൈറ്റിയിലെ. ഞാനിത് സീഡ്ലെസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. സീഡൊക്കെ ഉണ്ട്. ഇതാണ് ബട്ടർ ഫ്രൂട്ട് അല്ലേ? ഇതൊക്കെ ഇരിഞ്ഞാലക്കുടയിൽ വലിച്ചെറിയുന്ന മാതിരി പ്ലാന്റ്സുകൾ അസുരവത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് അത്ര ഒരു ഇതൊക്കെ അതിന്റെ തൈകളാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ അത് മാത്രമല്ല, ഞാൻ ഒരു വീട്ടിലിങ്ങനെ പോയപ്പോൾ അത് കൊണ്ടുവന്നു. നന്നായിട്ടുണ്ട്, കാണാൻ നന്നായിട്ടുണ്ട്. അതിന്റെ ഒരു ബദാമൊക്കെ തിന്നുന്ന രുചിയാണല്ലേ? കടലേടി. ടെന്നീസ് ബോൾ സപ്പോർട്ടാ. ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബോളാണോ? റൗണ്ട് അല്ലല്ലോ ഇത്. ടെന്നീസ് ബോൾ റൗണ്ട് അത് അപ്പുറത്തുണ്ട്. അത് റൗണ്ട്. അതിന് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാന്ന് പറയും. നോക്ക് സാർ, ഇത് ഇരുമ്പമ്പുളി അല്ലേ? ഇരുമ്പമ്പുളി എന്ന് പറയും. പിന്നെ ഇതാണ് സാറിന്റെ ചൈനീസ് ഗോവ അല്ലേ? ചൈനീസ് എന്താ? വോഗ് ഫങ്ടെയിൽ. ഇതാ കാച്ചിട്ടുണ്ട് അതിന്റെ മോവൊക്കെ ആയിട്ട്. സാർ ഒന്നുകൂടെ പറയൂ. ചൈനീസ് ഫങ്ടെയിൽ ഗോവ. അപ്പൊ ഈ തളിര് വന്ന ഈ സംഭവം എന്താ? കെപ്പൽ. കെപ്പൽ. ഇത് മറ്റേ സാധാരണ സപ്പോർട്ടാ അല്ലേ? ഇനി ഇതൊക്കെ മാവുകളല്ലേ? ഏത് വരെ? നമ്മൾ ഇടയ്ക്ക് വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുന്ന നല്ലതായിരിക്കും അല്ലേ? ഇതെല്ലാം സാറിന്റെ കൃഷിഭൂമിയാണോ? അവിടെയൊക്കെ താമരയൊക്കെ ഉണ്ടോ? എന്താ അത്? അതൊക്കെ വെറുതെ താമര പച്ചക്കറിയൊക്കെയാണ്. സാർ അത് വെച്ചൂർ പശുവാണോ? ശരി ശരി. വെച്ചൂർ പശു. അപ്പോൾ സാർക്ക് നല്ലൊരു കൃഷിയുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇതായിട്ടുണ്ട്. ജോലിക്കാരെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്ക് ശരിക്കും ആവശ്യമില്ല. മറ്റവരുടെ ഹോർട്ടിക്കൾച്ചർ കോളേജിൻ്റെ ലൈസൻസ് പോയത്രേ, വാനവരായരുടെ. 100 ഏക്കർ സ്ഥലമില്ലാത്തതുകൊണ്ട് 2024 അവരെ ലൈസൻസ് പോയിന്ന്. അപ്പൊ ശരിക്കും ഇതുപോലത്തെ ഒരു ഗാർഡൻസ് ഒക്കെ അവർക്ക് ഏറ്റെടുത്ത് ചെയ്താൽ നല്ല. ഇത് ബ്ലാക്ക് മാംഗോ അല്ലേ? കാച്ചോ ഇല്ലല്ലോ? ബ്ലാക്ക് ആയിട്ടായിരുന്നോ അതോ ഗോൾഡ്? ബ്ലാക്ക് ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ്. ഇതിന്റെ കുറച്ചുകൂടി ഡാർക്ക് അല്ലേ? ഞാൻ ആ തദാദിന്റെ ആശ്രമത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. അവിടെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. ഇതാ മാപ്രാങ്ക് എന്ന് പറയുന്ന മാങ്ങയും പേരക്കയും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നന്നായിട്ടുണ്ട്. ഇത് എവിടുന്ന് കളക്ട് ചെയ്താ? ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതും ഇതിന്റെ പേരെന്താ സാർ? മേപ്രാങ്ക്. അതായത് മാങ്ങയുടെയും കൊയ്യക്കായുടെയും ടേസ്റ്റ്. മാപ്രാങ്ക്. ഓക്കെ ഓക്കെ. അബിയു. ഒരു യെല്ലോ കളർ, ഒരു നൊങ്ക് പഴത്തിന്റെ ഒക്കെ രുചിയില്ലേ? അതെല്ലാം അവിടെയും കിട്ടുന്നുണ്ട്. അബിയു ആദ്യം അത്ര പ്രാധാന്യം. ഇത് വൈറ്റ് ഞാവലല്ലേ? അപ്പൊ ഇതിന്റെ കൃഷിയുടെ രീതികൾ ഇതൊക്കെ എന്താ? ഇത് നിറയെ ഉണ്ട്. മറ്റേത് അല്ലേ? കൊയ്യക്കായ. ഇത് മത്തനല്ലേ? ഇത് പച്ചക്കറികളും ഈ തോട്ടങ്ങളെല്ലാം സാധ്യതയാണ്. പിന്നെ തമിഴന്മാരോ അതൊക്കെ? പച്ചമരുന്ന് പൊട്ടിക്കാൻ വന്നതാ?
മൂവാണ്ടൻ, കിളിമൂക്ക്. അല്ലല്ല, ഇതെന്തോ വെണ്ടയ്ക്ക് തന്നെ സാറേ പല പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഉണ്ട്. വെണ്ട ഒരു 3-4 ഇതൊക്കെ ഒരു വെറൈറ്റി. ആ റെഡ് ഒരു വേറൊരു വെറൈറ്റി. ഇത് ഞാൻ കണ്ട മാംഗോസ്റ്റീൻ ആണോ? മാംഗോസ്റ്റീനാണ്. ഓ ശരി. മാംഗോസ്റ്റീൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട ഒരു അച്ചാച്ചറു എന്ന് പറയുന്നത് തന്നെയാണ് പ്രശ്നം ഭയങ്കരമായിട്ട്. ഈ നന്നിയുടെ AK & സൺസിൽ ഒന്നും വാങ്ങിക്കാറില്ല അല്ലേ? അവിടെയൊക്കെ വെറൈറ്റീസ് കുറേ. വളരെ കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ. പിന്നെ കാറ്റ് ഐ ഫ്രൂട്ട് എന്ന് പറയും. ഇത് ആ ഇതിൻ്റെ പേരാണ് വെള്ളയല്ലേ അത്? അതെ അതെ. ആ അത് ഇവിടെ ഉണ്ട്. നമ്മുടെ ഗോപാലപുരൂല്ലേ, അവിടെ ഒരു ഫാമിലുണ്ട്. അത് വിൽക്കുന്നുണ്ട് ഒരു ലേഡിയുടെ. അവർക്ക് കണ്ണാടി സെൻട്രൽ നഴ്സറിയിലുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. സാറന്നത് വളരെ റെയർ വെറൈറ്റി ആയിട്ട് കയ്യിലെന്തെങ്കിലും പിടിച്ചിട്ട്. അപ്പോൾ ഈ ആപ്പിൾ വളരെയധികം റെയറാണ്. നമ്മുടെ ഏരിയയിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് തന്നെ സാർക്ക് പ്രത്യേക അഭിനന്ദനമാണത്. പിന്നെ നമ്മൾ ഇതെന്ത് ചെടിയാ? ഇത് ഒരു ചൈനീസ് കൊയ്യാക്കയാണ് സാധനം. അതിൻ്റെ ഇല എന്താ ഇങ്ങനെ ഒരു നെല്ലിയുടെ പോലെ ഉണ്ട്? ഇതിന് എന്താണ് ഫങ്ക് ടൈൽ ഗോവ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും ഫങ്ക് ടൈൽ ഗോവ അല്ലേ? അത് ചൈനീസ് കൊയ്യാന്നും പറയില്ലേ? ചൈനീസ്. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെടി തന്നെയാണ്. ഇത് വെള്ള ഞാവൽ അല്ലേ? അത് ഇത്ര ഹൈറ്റ് വരില്ല. ഇപ്പോൾ വെള്ള ഞാവലിൻ്റെ പോലെ തന്നെ ബ്ലാക്കും ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഹൈബ്രിഡ് ജംബോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അത് ലൂവി അല്ലേ? ലൂവിക്ക. അതവിടെ ഒരു ടീച്ചറുടെ വീട്ടിലൊരു സുമി ബാലചന്ദ്രൻ ഏതോ ഒരു അവരുടെ വീട്ടിൽ ഉണ്ടെന്നറിയാം. ഞാനും ഇത് ഇത്ര അധികം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നല്ല മധുരമാണോ അത്? നല്ല മധുരമാണ്. പക്ഷേ എന്താ വെച്ചാൽ നമുക്കിത് അധികം കിട്ടാറില്ല. ഒക്കെ പക്ഷികൾ. ഇതാണ് മരമുന്തിരി എന്ന് പറയുന്ന ജംബോട്ടിക്ക. ഓക്കെ ഓക്കെ. ആ കാണുന്നത് ഇത് ലാൻസെറ്റ് എന്ന് പറയുന്നതാണ്. ലോങ്കൻ്റെ ഫാമിലി പെട്ട തന്നെയാണ്. അല്ല, ലോങ്കൻ്റെ ഫാമിലി അല്ല, ഇത് നല്ല വലിപ്പം വരും. ഓ ശരി ശരി. ഓ ശരി. എൻ്റെ ഓൾറെഡി ഉണ്ട്. റെഡ് ലേഡി ഉണ്ട്. 3-4 കഴിക്കണത്. സെയിൽസിനാണോ? റെഡ് വെറൈറ്റീസ് ആണല്ലേ? ആ ഇത് രാജപ്പുളിയല്ലേ? രാജമപ്പുളിയെന്നോ രാജപ്പുളിയോ? ഇത് മണ്ണുത്തിയിലുണ്ട്. ബറാബ. ഇത് മണ്ണുത്തിയിലുണ്ട്. നമ്മളവിടെ നിറയെ ഓറഞ്ച് കളറായിട്ട് കാച്ചിട്ടുണ്ട്. ആരും കഴിക്കുന്നില്ല. പിന്നെ തദാദൻ്റെ ആശ്രമത്തിലുണ്ട്. അമ്മയുടെ ആണോ അതിൻ്റെ? അന്ന് വീഡിയോ ഇൻസ്റ്റയിൽ കണ്ടത് അമ്മയുടെ. ഞാനിപ്പോൾ അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി. ജയലക്ഷ്മി മാഡം. ഞാൻ മാഡം ആ പയ്യൻ വന്ന് ഫ്ലാറ്റ്സുകളൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടേ. അതാണ് ഞാൻ വരാനുണ്ടായ. അത് കാപ്പിയാണോ? അല്ല, ഇത് അർസാബോയ് എന്ന് പറയുന്നത്. ഓ അതൊക്കെ ഉണ്ടാവുമോ ഇവിടെ? അർസാബോയ് എന്ന് പറയുന്നത്. ഇത് ഫ്രൂട്ട്സ് ആണോ? സാപ്പോ. ഇത് എന്ത് ഗ്രീൻ സപ്പോർട്ടയാ? അല്ല, റെഡ് സപ്പോർട്ട അല്ലേ? ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന? മൂന്നാറിനാ? ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന? റെഡ് സപ്പോർട്ട് അവിടെയും കിട്ടുന്നുണ്ട് അല്ലേ? അവിടെ 1000 രൂപയൊക്കെ വരുന്നത് അതിന് പ്ലാന്റിന്. ഇത് ബനാന സപ്പോർട്ട. ഇതാണ് ബനാന സപ്പോർട്ട. ഓ ശരി. മറ്റൊരു ഇത് നമ്മൾ ഓവൽ സപ്പോർട്ട പറയുന്നത് വേറെയാണല്ലേ? ഇത് മറ്റൊരു സീതപ്പഴത്തിൻ്റെ വേറൊരു വെറൈറ്റി ആണല്ലേ? ഇസ്രയേൽ സീതപ്പഴം. പിന്നെ അതെന്ത് ഓറഞ്ചാ? ഓ സീഡ്ലെസ് ലെമൺ. ഇത് ഇങ്ങനെ കഴിക്കാനൊക്കെ ഏറ്റവും സർബത്തൊക്കെ ഉണ്ടാക്കാൻ ഒടിച്ചൂത്തിയാണോ? അല്ലല്ലോ. ശരി. അപ്പം ഇത് വെരിഗേറ്റഡ് സൈഡല്ലേ? വെരിഗേറ്റഡ് ഗോവ. ഓക്കെ. വെരിഗേറ്റഡ് ഗോവ. ഇതെന്താ? ലോഗനൊക്കെ ഇവിടെ ഉണ്ടാവോ? ലോഗൻ എന്ന് വെച്ചാൽ ഒരു ലിച്ചി പോലത്തെ അല്ലേ? സാർ അപ്പോൾ ഇതിന് ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതാ പലതും കാണാൻ. സ്റ്റിഫാൽ ബലാൻസ് അനോണീസി എന്ന് പറയുന്ന ഫാമിലിയാണ് അനോണ അല്ലേ? ആ ശരി ശരി. അല്ല ഇവിടെ ജംബൂട്ടിക്കാവ എന്ന് പറയും. അതാണ് മറ്റേ ആ എലന്തി, ഹൈബ്രിഡ് എലന്തി. അത് നമ്മുടെ അവിടെ ശരിക്കും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ജംബൂട്ടിക്കാവ റെഡ് അല്ലേ? പല വെറൈറ്റീസും ഉണ്ട് അല്ലേ? ഇതിത്തിരി പുളിയുണ്ട് അല്ലേ? പക്ഷെ ഇത് പ്രോസസ് ചെയ്താൽ നന്നായിട്ടുണ്ടാവൂലേ? രായിരത്ത് പട്ടിക്കാടിന് ഉള്ളിൽ പോകുന്ന ഒരു സ്ഥലമല്ലേ? ആ ശരി. അപ്പൊ അതുകൊണ്ട് കായ്ക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും പക്ഷെ ഈ ഒരു പ്ലാന്റ് വളരെ ചെറുതായാലും മൂവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അത് മൂവാണോ? അതെ 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 അതെ. പിന്നെ അതിൽ കഴിച്ചു. എല്ലാ ചക്കകളെല്ലാം വെറൈറ്റിയും കഴിച്ചു. ഞാൻ കുറച്ച് അടുപ്പിച്ചല്ലേ വെച്ചത്. നമ്മൾ പാടില്ല ശരിക്കും. പക്ഷെ നമുക്ക് വേറെ മാർഗങ്ങളില്ലല്ലോ.
സ്ഥലമുണ്ട്, ഞാൻ ഇത് മത്സ്യ എല്ലാം ജോഷി PG കന്നിമാരി. ഓ അങ്ങനെയാണല്ലേ. ആ അപ്പം പോഷകത്തോട്ടം കോഴി വളർത്തലുണ്ടോ? കൂൺ കൃഷി. ആ റെയിൽ കളറായിരിക്കും ഉള്ളിൽ നമുക്കത് എടുത്ത് കഴിക്കുന്ന മാതിരി. ഓക്കെ. ഞാൻ ഇതിൻ്റെ പക്ഷെ നമ്മുടെ വെള്ളപ്പാറ്റയ്ക്കൊക്കെ പല മരുന്നുകൾ അടിച്ചാൽ അത് ഭവനത്തിൽ അത് ബുദ്ധിമുട്ടാവും. ഒരു മിനിറ്റ്. നല്ല ഓക്കെ. ഇതാണ് സ്ട്രോബെറി പേര അല്ലേ? സ്ട്രോബെറി. ഇത് ബേറാപ്പിൾ. കുഴപ്പമില്ല കേട്ടോ. ബേറാപ്പിൾ എന്ന് വെച്ചാൽ ഇലന്തിയുടെ ഹൈബ്രിഡ് ഇലന്തിയുടെ. ഇത് നമ്മൾ വെസ്റ്റേൺ ചെറി അല്ലേ? ഓ സാർ അത് അവക്കാഡോ അല്ലേ? അവക്കാഡോ. നമ്മൾ ഈ ഒരു ഇതിന്റെ പേര് ടെന്നീസ് ബോൾ ചെറിയോ? ടെന്നീസ് ബോൾ ചെറി. ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്തു ഇതിന്റെ ചെടി? ഇത് പിന്നെ മണ്ണുത്തിന്ന് വാങ്ങിച്ചാണ്. മണ്ണുത്തി എവിടെ? യൂണിവേഴ്സിറ്റിയിലോ? യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടോ അതൊക്കെ? ഓ അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ച് കമ്മിയാണ്. ഞാൻ ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ ഇല്ല. അത് പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഒരു 1000 ഫാം ഉണ്ട് പട്ടിക്കാട്. അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ഒരു എല്ലാം ഉണ്ട്. ഈ നമുക്ക് ടെന്നീസ് ബോൾ ചെറി അല്ലേ? നമുക്ക് ഇത് നോക്കാം. ഈ ഒരു പ്ലാന്റ് മിൽക്ക് ഫ്രൂട്ട് അല്ലേ? ആ ശരി. ഇത് മണ്ണുത്തി കിട്ടുന്നുണ്ട്. ഇത് അവരുടെ മാസ്റ്റർ ഇതാണ്. അത് കുറച്ച് വലുതാവേണ്ടി ഒരുപാട് വലുത്. പക്ഷെ ഒരു ഇൻസ്റ്റയിലൊരു ഇത് കണ്ടു. പക്ഷെ ആ ചെക്കന് ഇതിന്റെ പ്ലാന്റ്സുകളൊന്നും അറിയുന്നില്ല. അപ്പൊ ഇത് എന്ത് പ്ലാവാണ് ഇത്? J33 വലിയ വെറൈറ്റീസ് ആണ്. അതെന്തിനാ ചട്ടിയൊക്കെ വെച്ചിട്ട് ബേർഡ്സുകൾക്കാണോ അത്? നോക്കി ഇതെന്താ മറ്റേ കീടങ്ങളുടെ ഇതാണല്ലോ. സോളാർ ട്രാപ്പ്. ഇതിങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് മത്സ്യത്തിനാണോ? ഡിസ്പോസ് ചെയ്തപ്പോൾ ഇതെന്ത് മറ്റേ ഇത് റംബൂട്ടാൻ അല്ലേ? ആ ശരി. റംബൂട്ടാൻ അതൊരു സീസൺ ആകുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അത് കായ്ക്കും അല്ലേ? മൊട്ടുകൾ. അത് ഈ മഞ്ഞുകാലം ചിലപ്പോൾ അത് ഉണ്ടാവില്ല, മഞ്ഞ് കാരണം. ഓ ഇതിനെല്ലാം പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? സ്വീറ്റ് ചെറി, സിഡാർ ബേ ചെറി. അപ്പൊ സാർ ഈ പ്ലാവിന്റെ വെറൈറ്റിന്റെ പേരെന്താ? വിയറ്റ്നാം. സാർ ഒന്ന് ഇങ്ങനെ നിൽക്കുന്ന മാതിരി അതില് തൊടുന്ന മാതിരി. ഓക്കെ. ആയുർവേദവും ചെയ്യുന്നുണ്ട് കുറെയൊക്കെ അല്ലേ? മറ്റേത് സ്റ്റാർ ആപ്പിൾ ആണല്ലേ? നമുക്ക് ഇങ്ങോട്ട് ഇവിടത്തെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. ഇത് എന്തിനുള്ള? അപ്പൊ അതുകൂടെ ഒന്ന് താഴെ കിടക്കുന്ന ഈ ചക്കകൾ ഇതെന്താ? വിയറ്റ്നാം ഇത് ചക്കര വെള്ളിയല്ലേ? നല്ലൊരു പഴയ ലുക്കുണ്ട്. ഷൂട്ടിംഗ് അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടോ? സിനിമ ഷൂട്ടിംഗ് ആയിട്ട് വല്ലതും? സാറാണ് ബാബു പട്ടത്ത് എന്ന് പറഞ്ഞിട്ട്. ശരി. അപ്പം ഇത് ഓൾ സീസൺ മാംഗോ. ഇത് പക്ഷേ രോഗങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് വേണം കിട്ടിയത് മതി എന്നുള്ളത്. ഓക്കെ സർ. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ബേർഡ് ആപ്പിളാണ്. ഇതിൻ്റെ പേര് ബേർഡ് ആപ്പിൾ എന്ന് പറയും. ഈ ഒരു ചെറിയ ഒരു സ്ട്രോബെറി ആപ്പിൾ എന്നും പറയും. ബേർഡ് ആപ്പിൾ അതായത് സ്മോൾ ബേർഡ്സുകൾക്ക് അത് കൊടുക്കാനാണ്. കണ്ടില്ലേ പക്ഷികളുടെ സൗണ്ട്. ഇത് കിളിഞ്ഞാവലല്ലേ? അതെ. ഈ സാധനം സ്ട്രോബെറി പേരായിരിക്കും. സ്ട്രോബെറി പേര. സ്വീറ്റ് കൊക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൊക്കും ഉണ്ടല്ലോ, നമ്മൾ ജാം ഉണ്ടാക്കില്ലേ? ജാം അല്ല, ജാം അല്ല. നമ്മൾ കേക്കിന്റെ മേലെയൊക്കെ ഒരു ലെയർ ഈ കൊക്കും ലെയർ എന്നാണ് അതിനെ പറയാ. അതൊന്നും ഇല്ലെങ്കിലും അത് ഇതൊരു കൊക്കുമാണിത്. ഓ ശരി. ഇത് സാധാരണ സ്വീറ്റ് ഓറഞ്ച്. സ്വീറ്റ് ഓറഞ്ച്. മറ്റേത് ബുഷ് ഓറഞ്ച് അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ച് പറയും. ഇത് മിറാക്കിൾ ഫ്രൂട്ട്സ് അല്ലേ? ഓക്കെ. സ്ട്രോബെറി അപ്പുറത്തുള്ളതാണ്. അവിടെ ഉണ്ട്. അതെന്തിനുള്ളതാ? അരി ചേറാനാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? ഫസ്റ്റ് എയ്ഡ് ബോക്സും എല്ലാം ഉണ്ട് അല്ലേ? ഹരേ കൃഷ്ണ ഓയിൽ മിൽസ്.
ഇതൊക്കെ ലൈസൻസ് മറ്റേ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ട് അല്ലേ. അത് മറ്റേ അരിയുടെ സ്പെഷ്യൽ അത് പൊടിക്കാനല്ലേ. അങ്ങനെ എന്തോ ആണ് ബ്ലാക്ക്ബെറി ജാം. പക്ഷെ ഫംഗൽ ബാധ വന്നിട്ടുണ്ടല്ലോ, ഫംഗൽ ബാധ വന്നിട്ടുണ്ട്. ആ ടെന്നീസ് എന്താ ചെറി വെറൈറ്റി, ടെന്നീസ് ചെറി അല്ലേ സാർ പറഞ്ഞത്? അതെ അതെ, കറുപ്പ് കളറിലാണ് ഇതിന്റെ ഇത് ബ്ലാക്ക്ബെറി. ബ്ലാക്ക്ബെറി സപ്പോർട്ടാ അല്ലേ? സപ്പോർട്ടേ അല്ല, ഇല്ലേ. വലിയൊരു ഫാമിലിയാണ് പട്ടത്ത് ഫാമിലി എന്ന് പറയുന്നത്, വളരെ പ്രശസ്തമായിട്ടുള്ളത് ഇല്ലേ. അവിടെയൊക്കെ വരുമ്പോഴാണ് അറിയുന്നത്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ആ ഇൻസ്റ്റാ മെസ്സേജാണ് നമ്മൾ. ഇത് ചെമ്പകം പോലെയാണ്. അതെ അതെ, നല്ല മണമുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നല്ല മണമായിരിക്കും. ഇത് ഏതെങ്കിലും വെറൈറ്റി സീതയാണോ? സാധാ ഒരു സീതാപ്പഴം. ഇത് കൊയ്യാക്കയുടെ ഇത് മറ്റേ എന്ത് കൊയ്യാക്കെന്ന് പറയില്ല, നന്നായിട്ട് ഉണ്ടാവില്ലേ. എപ്പോഴും ഉണ്ടാവും. ആ, ഇതിന് കിലോ പേരയാണോ പറയാ? കിലോ പേരയല്ല. ഓ ശരി. എന്തോ ഒരു ഇതാണ്, പക്ഷെ ഉള്ളു ഒരു പിങ്ക് കളറിൽ പിങ്ക് കൊയ്യാണ്. ഓ ശരി. ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോ? പക്ഷെ ഭയങ്കര പുളിയാ ഇതിന് അല്ലേ. അതിനിപ്പോ സ്വീറ്റ് ഇറങ്ങിയെന്നാ പറയണത്. ഓ ശരി. ഇത് ശംഖുപുഷ്പം അല്ലേ? ആ, ഞങ്ങൾ രാജാസ് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ അച്ചാർ സ്ഥിരം കൊടുക്കുമായിരുന്നു. ഇല്ല, ഇതിനെങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റാർ ഷേപ്പില്. പക്ഷെ അപ്പോൾ എന്താ സാർ മെക്കഡോമിയ നട്ട്. എല്ലാവിടെയും ആപ്പിൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആണല്ലേ. മൂന്നാറിലൊക്കെ പോയാൽ എന്താ രസമായിരിക്കും, കാന്തല്ലൂരൊക്കെ. ഇത് ആപ്പിൾ തന്നെയാണല്ലേ. ഇത് അവിടെ തൃശ്ശൂരിന് എത്തിച്ചതാണോ? പറഞ്ഞ ചെടിയുണ്ടോ തൃശ്ശൂർ? വാനിലയുടെ ഒക്കെ മണം ഉണ്ടാവും. ഇത് പിള്ളേരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനാണ് അല്ലേ. സർ ഇതെന്താ മുസാമ്പിയാണോ? ഏത് മുസാമ്പിയാ? സാധാരണ മുസാമ്പി. കാലാവസ്ഥയുടെ ചില മാറ്റങ്ങൾ കാരണം അതൊക്കെ വേണ്ടത്ര ശോഭിക്കില്ല. അത് കൃഷിയും അത് തന്നെയാണല്ലേ. കൃഷിയിൽ നമ്മൾ വളമൊക്കെ ഇട്ടാൽ ഈ കാലാവസ്ഥയുടെ കൊണ്ട് ചിലപ്പോഴൊന്നും വിജയിക്കില്ല. ഇതൊരു പ്രത്യേക ഇതും തന്നെയാണ് കേട്ടോ, ഞാവലാണ്. പേര് ഞാൻ മറന്നു. ഇത് മട്ടോവ എന്ന് പറയുന്ന. ഓ, മട്ടോ ഗ്രോത്ത് അല്ല, വളരെ സ്ലോയിലാണ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ടു. മട്ടോവയോ? ശരി. പിന്നെ വളപ്രയോഗവും ട്രിപ്പ് തന്നെ കൊടുക്കേണ്ടി വരും അല്ലേ? നായ്നെല്ലിക്ക, സാധാ നായ്നെല്ലിക്ക. പിന്നെ ഈ മാണിയില്ല വാഴയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പെരുമ്പിൽ ജിൽ പറഞ്ഞൊരു വീട്ടിലുണ്ട്. അത് ഒരു മണ്ണൂത്തിയിലെ പീച്ചിയുടെ അവിടെ ഒരു വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. മൂടില്ല പൂവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആനക്കൊമ്പൻ വാഴ എന്ന് പറഞ്ഞിട്ട് ആനയുടെ കൊമ്പ് പോലെ അത്രയും അടിയുന്നേ കായ്കൾ വരുന്നത്. അതെല്ലാവിടെയും കിട്ടും. ഇത് സ്വീറ്റ് മറ്റേതാണ്, സീഡ്ലെസ് ആണെന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇത് കായ്ച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് കായ്ച്ചാലേ എന്തോ വിഷയം എന്നുള്ളത്. സാധാ ഇഞ്ചി. ശരി. പല പല വെറൈറ്റീസ് ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. ഇത് മറ്റേ സർവ്വസുഗന്ധിയാണോ അതോ പട്ടയാണോ? പട്ട. അപ്പൊ സാറിന്റെ ഇലയൊക്കെ ആ തമിഴ്നാട്ടിലേക്ക് കൊടുത്തു വിട്ടാലും മതിയില്ലേ. ഇത് ബബിൾ മോസ് നാരങ്ങയല്ലേ സാറിന്? ഇത് പിടിച്ചിട്ട് ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്? നാഗ്പൂർ ഓറഞ്ച്. ഇത് ഞാൻ ഇവിടെ നെല്ലിയാമ്പതിയിൽ കിട്ടുന്നുണ്ടോ? ഗവൺമെന്റ് ഫാമാണോ? പ്രൈവറ്റും ഉണ്ടോ നെല്ലിയാമ്പതിയിൽ? ഓ ശരി. നെല്ലിയാമ്പതി സെൻട്രലല്ല കേട്ടോ, ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സ്ഥലമാണ് എനിക്ക് അപ്പൊ ഇത് സാധാ ചാമ്പ അല്ലേ? ഇതാ ഈ ചോപ്പ് കിടക്കുന്ന പുളിയുള്ളത്. പിന്നെ കഴിഞ്ഞു അല്ലേ? ഇതിൽ ഗ്രേപ്സ് ഉണ്ട് അല്ലേ? സാർ ഒന്ന് ഇതിൽ പിടിച്ചു നിൽക്കുന്ന മാതിരി. ഇതാ സാർ പിടിച്ചു. കാണുന്നുണ്ട്. ഗ്രേപ്സ് തമിഴ്നാട് കൾച്ചർ. സാർ ഒരു മിനിറ്റ്. സാർ ഇത് പനീർ ഗ്രേപ്സ് ആണോ അതോ പനീർ ഗ്രേപ്സ് ജ്യൂസ് ഗ്രേപ്സ്? കഴിക്കാവുന്ന പനീർ ഗ്രേപ്സ് ആണല്ലേ? ഇത് ഈ ചെടി എന്താ സാറിന്റെ? ഓ നന്നായിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇതാണ് എന്ത് ആപ്പിളാണോ? വെൽവെറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞതാണ്. തീരെ നന്നല്ലാത്ത ഫ്രൂട്ട് ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. കാച്ചോ അത്?
നന്നൊന്നും അല്ല. മൂവാണ്ടൻ, കിളിമൂക്ക്, അല്ലല്ല ഇത് എന്തോ വെണ്ടയ്ക്ക് തന്നെ സാറേ പല പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ? മൂന്നാല്. ഇതൊക്കെ ഒരു വെറൈറ്റി. ആ റെഡ് ഒരു വേറൊരു വെറൈറ്റി. ഇത് ഞാൻ കണ്ട മാംഗോസ്റ്റീൻ ആണോ? ഓ ശരി. മാംഗോസ്റ്റീൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട ഒരു അച്ചാച്ചറു എന്ന് പറയുന്നത്. പ്രശ്നം ഭയങ്കരമായിട്ട് ഈ നന്നിയോട് AK & സൺസിനൊന്നും വാങ്ങിക്കാറില്ല അല്ലേ? അവിടെയൊക്കെ വെറൈറ്റീസ് കുറേ. പിന്നെ കാറ്റ് ഐ ഫ്രൂട്ട് എന്ന് പറയും. ഇത് ഇതിൻ്റെ പേരാണ് വെള്ളയല്ലേ അത്? അത് ഇവിടെ ഉണ്ട്, നമ്മുടെ ഗോപാലപുരൂല്ലേ, അവിടെ ഒരു ഫാമിലുണ്ട്. അത് വിൽക്കുന്നുണ്ട് ഒരു ലേഡിയുടെ. അവർക്ക് ഞാനപ്പോൾ ഒരു മുരളി സാറ് പറഞ്ഞ ഒരാൾക്ക് ഇത് കൊടുത്തിട്ട് അവർക്ക് ഒരു കൗതുകമൊന്നും തോന്നിയില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് ധാരാളമായിട്ട് കിട്ടിയിട്ട് കഴിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? സ്വീറ്റ് സാൻഡോൾ ഉണ്ട് അല്ലേ? അവിടെ ആ ആശ്രമത്തിലുണ്ടായിരുന്ന പുളി സാൻഡോളായിരുന്നു. അപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയതായിരിക്കും സ്വീറ്റ് സാൻഡോൾ അല്ലേ? ഇത് കശുമാങ്ങ സാധാ വെറൈറ്റി ആണോ? അപ്പോൾ ഇത് സർ ഇതിൻ്റെ പേരെന്താ? ഇതും ലാൻസെറ്റ് ലോങ്കൻ. ഓ ഇത് നാടൻ ലോങ്കൻ. ലോങ്കൻ എന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളർ കുഞ്ഞ് സപ്പോർട്ടേഡ് അല്ലേ? ഇത് വടുകപ്പുളി അല്ലേ? ഇനി അവിടെ നിന്ന് അങ്ങോട്ടൊന്നും നല്ല വെറൈറ്റീസ് ഇല്ല. ആ ഉണങ്ങി നിൽക്കുന്ന മരം ഏതാ? ഓ ഇവിടെ മണ്ണത്തിരി നല്ല ഹാർഡാണ്, അതാണ് ഉണങ്ങുന്നത് അല്ലേ? അല്ല അതൊരു വയലറ്റ് കൊയ്യാണത്. ഉണങ്ങിയിട്ടില്ല, പക്ഷേ ഏതോ ഫംഗൽ രോഗം വന്ന മാതിരി ഉണ്ട് അല്ലേ? ഗോവ വയലറ്റ്. ഓ വയലറ്റ് കളർ കൊയ്യ. വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് അല്ലേ? ചൈവ്. ഇതിന് ഫാമിലി നെയിമും അതിൻ്റെ സ്വദേശി ഒറിജിനൽ അല്ലേ? ദിഗുന. ഓക്കെ ഓക്കെ. ഇത് പറഞ്ഞ മാങ്ങയാണ് അല്ലേ? ഇത് വയലറ്റ് ആണോ അല്ലല്ലോ? റെഡ് ആണോ? റെഡ്. പിന്നെ അത് കോസ്റ്റാറിക്ക ചെറി. ആ മറ്റേതോ അത് ആ ആപ്പിൾ ആണോ അത്? ആ ചാലിന് കയറി നിൽക്കുന്നുണ്ട്. ഇതല്ല ഈ പറയണതല്ലേ, ഈ ചാലിന്റെ ഉള്ളിൽ അത് നമ്മുടെ മറ്റേ തന്നെയാണ് ടെന്നീസ് ബോൾ ചെറി. ഓക്കെ ഓക്കെ. അപ്പോൾ സാർ ഇതെന്താ? ഇത് ഒരു തരം ചക്കയാണ്, എനിക്കിത് പേരറിഞ്ഞൂടാ. ഓ ശരി. അപ്പുറത്തുള്ളത് ചമലിയ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്, അത് ആയല്ല. ഇതെന്താ? ഇത് ചെമ്പടുക്ക്. ഇത് ചെമ്പടുക്ക് ചക്ക ഇങ്ങനെയാണോ ഉണ്ടാവുക? ഇങ്ങനെയാണ് ഇത് വരുന്നത്. ചെമ്പടുക്ക് ഇങ്ങനെയോ? അല്ല ഇത് വേറെ എന്തോ ഒരു അതെ അതെ ആഞ്ഞിലിയുടെ പോലെ ഉണ്ട് അല്ലേ? അതെ അതുമാതിരി തന്നെ. ഇതോ അത് ചമലിയ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. ചമലിയ. ഓ അതിലെതിരിക്കുന്നത് കുപ്പാസു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല കേട്ടോ, ഇത് മാറി വെറുതെ കുത്തിയതാണ്, വീട് കിടക്കുന്നത്. ഓ സാർ ഇതിന്റെ കായ് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതിന് വീഡിയോസ് എടുക്കാം. ഇതിന് റെഡ് കളറാവും, നല്ല റെഡ്. ഇതിങ്ങനെ റെഡ് കളറായിട്ട് വരുമല്ലോ. ശരി സാരില്ല. ഇതോ ഈ കാണുന്നത് റംബൂട്ടാൻ. ഓക്കെ ഓക്കെ. യെല്ലോ റംബൂട്ടാൻ. അപ്പോൾ ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി തന്നെയാണ്. ഇത് വെള്ള ഞാവൽ അല്ലേ? അത്ര ഹൈറ്റ് വരില്ല. ഇപ്പോൾ വെള്ള ഞാവലിന്റെ പോലെ തന്നെ ബ്ലാക്കും ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട്, ഹൈബ്രിഡ് ജംബോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അത് ലൂവി അല്ലേ? ലൂവിക്ക. അതവിടെ ഒരു ടീച്ചറുടെ വീട്ടിലൊരു സുമി ബാലചന്ദ്രൻ ഏതോ അവരുടെ വീട്ടിൽ ഉണ്ട് നിറയെ. ഞാനും റെഡ് വെറൈറ്റീസ് ആണല്ലേ? ഇത് രാജപ്പുളിയല്ലേ? രാജമപ്പുളിയോ രാജപ്പുളിയോ? ഇത് മണ്ണുത്തിയിലുണ്ട്. ബറാബ. ഇത് മണ്ണുത്തിയിലുണ്ട്. നമ്മളവിടെ നിറയെ ഓറഞ്ച് കളറായിട്ട് കാച്ചിട്ടുണ്ട്, ആരും കഴിക്കുന്നില്ല. പിന്നെ തദാദന്റെ ആശ്രമത്തിലുണ്ട്. അമ്മയുടെ ആണ് അതിൻ്റെ അന്ന് വീഡിയോ ഇൻസ്റ്റയിൽ കണ്ടത്. അമ്മയുടെ ഞാനിപ്പോൾ അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി. ജയലക്ഷ്മി മാഡം. ഞാൻ മാഡം ആ പയ്യൻ വന്ന് പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടേ. അതാണ് ഞാൻ വരാനുണ്ടായത്. അപ്പൊ അതുകൊണ്ട് കായ്ക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും, പക്ഷെ ഈ ഒരു പ്ലാന്റ് വളരെ ചെറുതായാലും മൂവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അത് മൂവാണോ? അതെ അതെ അതെ. പിന്നെ അതിൽ കഴിച്ചു എല്ലാം, ചക്കകളെല്ലാം വെറൈറ്റിയും കഴിക്കുകയാണ്. ഞാൻ കുറച്ച് അടുപ്പിച്ചല്ലേ വെച്ചത്, നമ്മൾ പാടില്ല ശരിക്കും. പക്ഷെ നമുക്ക് വേറെ മാർഗങ്ങളില്ലല്ലോ.
സ്ഥലമുണ്ട്. ഞാൻ ഇത് മത്സ്യ എല്ലാം ജോഷി PG കന്നിമാരി. ഓ അങ്ങനെയാണല്ലേ. ആ അപ്പം പോഷകത്തോട്ടം കോഴി വളർത്തലുണ്ടോ? കൂൺ കൃഷി? ആ റെയിൽ. ഓ ശരി. എൻ്റെ ഓൾറെഡി ഉണ്ട്, റെഡ് ലേഡി ഉണ്ട്, 3-4 എണ്ണം കഴിക്കണത്. സെയിൽസിനാണോ? ഓ ഇത് ഇത്രയധികം ഉണ്ടായിട്ടുണ്ടല്ലേ. നല്ല മധുരമാണോ അത്? ആ നല്ല മധുരമാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്കിത് അധികം കിട്ടാറില്ല. ഒക്കെ പക്ഷികൾ. ഇതാണ് മരമുന്തിരി എന്ന് പറയുന്ന ജംബോട്ടിക്ക. ഓക്കെ ഓക്കെ. ആ കാണുന്നത് ഇത് ലാൻഡ്സെറ്റ് എന്ന് പറയുന്നതാണ്. ലോങ്കന്റെ ഫാമിലി പെട്ട തന്നെയാണ്. അല്ല ലോങ്കന്റെ ഫാമിലി അല്ല, ഇത് നല്ല വലിപ്പം വരും. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. ഇത് മൂട്ടിൽ ഫ്രൂട്ടോ? ഇതെന്താ മൂട്ടിൽ ഫ്രൂട്ട്? മൂട്ടിൽ ഫ്രൂട്ട്. ഇത് റെഡ് ലേഡി. ഇതെന്താ? റംബൂട്ടാൻ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ഇതെന്താ? ഇത് എന്ത് ഞാവൽ തന്നെ? അത് ഏത് വെറൈറ്റിയാ? ബ്ലാക്ക്. ഈ തമിഴ്നാട് ആന്ധ്രയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വെറൈറ്റിയിലെ. ഞാനിത് സീഡ്ലെസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചതെങ്കിൽ സീഡൊക്കെ ഉണ്ട്. ഇതാണ് ബട്ടർ ഫ്രൂട്ട് അല്ലേ? ഇതൊക്കെ ഇരിഞ്ഞാലക്കുടയിൽ വലിച്ചെറിയുന്ന മാതിരി പ്ലാന്റ്സുകൾ അസുരത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് അത്ര ഒരു ഇതൊക്കെ അതിന്റെ തൈകളാണ് ഈ കാണുന്നത്. അല്ല ഞാൻ അത് മാത്രമല്ല, ഞാൻ ഒരു വീട്ടിലിങ്ങനെ പോയപ്പോൾ അത് കൊണ്ടുവന്നു. നന്നായിട്ടുണ്ട്, കാണാൻ നന്നായിട്ടുണ്ട്. അതിന്റെ ഒരു ബദാമൊക്കെ തിന്നുന്ന രുചിയാണല്ലേ? കടലേട്. ടെന്നീസ് ബോൾ സപ്പോർട്ടാ. ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബോളാണോ? റൗണ്ട് അല്ലല്ലോ ഇത്. ടെന്നീസ് ബോൾ റൗണ്ട് അത് അപ്പുറത്തുണ്ട്. അത് റൗണ്ട്. അതിന് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാന്ന് പറയും. നോക്ക് സാർ, ഇത് ഇരുമ്പമ്പുളി അല്ലേ? ഇരുമ്പമ്പുളി എന്ന് പറയും. പിന്നെ ഇതാണ് സാറിന്റെ ചൈനീസ് ഗോവ അല്ലേ? ചൈനീസ് എന്താ? വോഗ് ഫങ്ടെയിൽ. ഇതാ കാച്ചിട്ടുണ്ട് അതിന്റെ മോവൊക്കെ ആയിട്ട്. സാർ ഒന്നുകൂടെ പറയൂ. ചൈനീസ് ഫങ്ടെയിൽ ഗോവ. അപ്പൊ ഈ തളിര് വന്ന ഈ സംഭവം എന്താ? കെപ്പൽ. കെപ്പൽ. ഇത് മറ്റേ സാധാരണ സപ്പോർട്ടാ അല്ലേ? ഇനി ഇതൊക്കെ മാവുകളല്ലേ? ഏത് വരെ? നമ്മൾ ഇടയ്ക്ക് വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ഇതെല്ലാം സാറിന്റെ കൃഷിഭൂമിയാണോ? അവിടെയൊക്കെ താമരയൊക്കെ ഉണ്ടോ? എന്താ അത്? അതൊക്കെ വെറുതെ ഞാൻ താമര പച്ചക്കറിയൊക്കെയാണ്. സാർ അത് വെച്ചൂർ പശുവാണോ? നാടൻ പശുവാണ്. ശരി ശരി. വെച്ചൂർ പശു. അപ്പോൾ സാർക്ക് നല്ലൊരു കൃഷിയുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇതായിട്ടുണ്ട്. ജോലിക്കാരെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്ക് ശരിക്കും ആവശ്യമില്ല. മറ്റവരുടെ ഹോർട്ടിക്കൾച്ചർ കോളേജിൻ്റെ ലൈസൻസ് പോയത്രേ, വാനവരായരുടെ. 100 ഏക്കർ സ്ഥലമില്ലാത്തതുകൊണ്ട് 2024 അവരെ ലൈസൻസ് പോയിന്ന്. അപ്പോൾ ശരിക്കും ഇതുപോലത്തെ ഒരു ഗാർഡൻസ് ഒക്കെ അവർക്ക് ഏറ്റെടുത്ത് ചെയ്താൽ നല്ല. ഇത് ബ്ലാക്ക് മാംഗോ അല്ലേ? കാച്ചോ? ഇല്ലല്ലോ. ബ്ലാക്ക് ആയിട്ടായിരുന്നോ അതോ ഗോൾഡ്? ബ്ലാക്ക് ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ്. ഇതിന്റെ കുറച്ചുകൂടി ഡാർക്ക് അല്ലേ? ഞാൻ ആ തദാദന്റെ ആശ്രമത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. അവിടെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. ഇതാ മാപ്രാങ്ക് എന്ന് പറയുന്ന മാങ്ങയും പേരക്കയും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നന്നായിട്ടുണ്ട്. ഇത് എവിടുന്ന് കളക്ട് ചെയ്താ? ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതും ഇതിന്റെ പേരെന്താ സാർ? മേപ്രാങ്ക്. അതായത് മാങ്ങയുടെയും കൊയ്യക്കായുടെയും ടേസ്റ്റ്. മാപ്രാങ്ക്. ഓക്കെ ഓക്കെ. അബിയു ഒരു യെല്ലോ കളർ, ഒരു നൊങ്ക് പഴത്തിന്റെ ഒക്കെ രുചിയില്ലേ? അതെല്ലാവിടെയും കിട്ടുന്നുണ്ട് അബിയു. ആദ്യം അത്ര പ്രാധാന്യം. ഇത് വൈറ്റ് ഞാവലല്ലേ? അപ്പൊ ഇതിന്റെ കൃഷിയുടെ രീതികൾ ഇതൊക്കെ എന്താ? ഇത് നിറയെ ഉണ്ട്. മറ്റേത് അല്ലേ കൊയ്യക്കായി? ഇത് മത്തനല്ലേ? ഇത് പച്ചക്കറികളും ഈ തോട്ടങ്ങളെല്ലാം സാധ്യതയാണ്. പിന്നെ തമിഴന്മാർ അതൊക്കെ പച്ചമരുന്ന് പൊട്ടിക്കാൻ വന്നതാ?
കണ്ണാടി സെൻട്രൽ നഴ്സറിയിലുണ്ട്, അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. സാപ്പോ ഇതെന്ത് ഗ്രീൻ സപ്പോർട്ടയാ? അല്ല, റെഡ് റെഡ് സപ്പോർട്ട അല്ലേ? ഇതെവിടുന്ന് കൊണ്ടുവന്ന? മൂന്നാറില്ല? ഇതെവിടുന്ന് കൊണ്ടുവന്ന? റെഡ് സപ്പോർട്ട അവിടെയും കിട്ടുന്നുണ്ട് അല്ലേ? അവിടെ 1000 രൂപയൊക്കെ വരില്ലേ അതിന് പ്ലാന്റിന്? ഭയങ്കര വിലയാണ്. അത് ബനാന സപ്പോർട്ട. ആ, ഇത് ബനാന സപ്പോർട്ട. ആ, ഇതാണ് ബനാന സപ്പോർട്ട. ഓ ശരി. മറ്റൊരു ഇത് നമ്മൾ ഓവൽ സപ്പോർട്ട പറയുന്നത് വേറെയാണല്ലേ? ആ, ഇത് മറ്റൊരു സീതപ്പഴത്തിന്റെ വേറൊരു വെറൈറ്റി ആണല്ലേ? ഇസ്രയേൽ സീതപ്പഴം. ആ, പിന്നെ അതെന്ത് ഓറഞ്ചാ? ഓ, സീഡ്ലെസ് ലെമൺ. ഇത് ഇങ്ങനെ കഴിക്കാനൊക്കെ ഏറ്റവും സർബത്തൊക്കെ ഉണ്ടാക്കാൻ ഒടിച്ചു കുത്തിയാണോ? അല്ലല്ലോ. ശരി. അപ്പം ഇത് വെരിഗേറ്റഡ് സൈഡല്ലേ? വെരിഗേറ്റഡ് ഗോവ. ഓക്കെ, വെരിഗേറ്റഡ് ഗോവ. ഇതെന്താ? ലോഗനൊക്കെ ഇവിടെ ഉണ്ടാവോ? ലോഗൻ എന്ന് വെച്ചാൽ ഒരു ലിച്ചി പോലത്തെ അല്ലേ? സാർ, അപ്പോൾ ഇതിന് ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതാ പലതും കാണാൻ. സ്റ്റിഫാൽ ബലാൻസ അനോണ അനോണീസി എന്ന് പറയുന്ന ഫാമിലിയാണ് അനോണ അല്ലേ? ആ ശരി. ആ, അല്ല ഇവിടെ രായിരത്ത് പട്ടിക്കാട് ഉള്ളിൽ പോകുന്നൊരു സ്ഥലമല്ലേ? ആ ശരി. പക്ഷെ ഒരു ഇൻസ്റ്റയിലൊരു ഇത് കണ്ടു, പക്ഷെ ആ ചെക്കന് ഇതിന്റെ പ്ലാന്റ്സുകളൊന്നും അറിയുന്നില്ല. അപ്പൊ ഇത് എന്ത് പ്ലാവാണിത്? J33. വലിയ വെറൈറ്റീസ് ആണ് നന്നായിട്ട്. അതെന്തിനാ ചട്ടിയൊക്കെ വെച്ചിട്ട് ബേർഡ്സുകൾക്കാണോ അതോ? നോക്കി, ഇതെന്താ മറ്റേ കീടങ്ങളുടേതാണല്ലോ? സോളാർ ട്രാപ്പ്. ഇതിങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് മത്സ്യത്തിനാണോ? ഡിസ്പോസ് ചെയ്തപ്പോൾ ഇതെന്ത് മറ്റേ ഇത് റംബൂട്ടാൻ അല്ലേ? ആ ശരി, റംബൂട്ടാൻ. അതൊരു സീസൺ ആകുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അത് കായ്ക്കും അല്ലേ? മൊട്ടുകൾ. അത് ഈ മഞ്ഞുകാലം ചിലപ്പോൾ അത് ഉണ്ടാവില്ല, മഞ്ഞ് കാരണം. ഓ, ഇതിനെല്ലാം പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? സ്വീറ്റ് ചെറി, സിഡാർ ബേ ചെറി. അപ്പോൾ സാർ, ഈ പ്ലാവിൻ്റെ വെറൈറ്റീൻ്റെ പേരെന്താ? വിയറ്റ്നാം. സാറൊന്ന് ഇങ്ങനെ നിൽക്കുന്ന മാതിരി, അതിൽ തൊടുന്ന മാതിരി. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് സാർ. ശരി. ഓക്കെ, ഇതാണ് സ്ട്രോബെറി പേര് അല്ലേ? സ്ട്രോബെറി. ഇത് ബേറാപ്പിള്. കുഴപ്പമില്ല കേട്ടോ. ബേറാപ്പിൾ എന്ന് വെച്ചാൽ ഇലന്തിയുടെ ഹൈബ്രിഡ് ഇലന്തിയുടെ. ഇത് നമ്മൾ വെസ്റ്റേൺ ചെറി അല്ലേ? ഓ സാർ, അത് അവക്കാഡോ? നമ്മൾ ഈ ഒരു ഇതിന്റെ പേര് ടെന്നീസ് ബോൾ ചെറിയോ? ഇത് എവിടുന്ന് കളക്ട് ചെയ്തു ഇതിന്റെ ചെടി? ഇത് പിന്നെ മണ്ണുത്തിന്ന് വാങ്ങിച്ചത്. മണ്ണുത്തി എവിടെ? യൂണിവേഴ്സിറ്റിയിലോ? അവിടെ ഉണ്ടോ അതൊക്കെ? അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ച് കമ്മിയാണ്. ഞാൻ ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ ഇല്ല. അതാ. പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഒരു രായിരത്ത് ഫാം ഉണ്ട് പട്ടിക്കാട്. അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ഒരു എല്ലാം ഉണ്ട്. ഈ നമുക്ക് ടെന്നീസ് ബോൾ ചെറി അല്ലേ? നമുക്ക് ഇത് നോക്കാം. ഈ ഒരു പ്ലാന്റ് മിൽക്ക് ഫ്രൂട്ട് അല്ലേ? ആ ശരി. ഇത് മണ്ണുത്തി കിട്ടുന്നുണ്ട്. ഇത് അവരുടെ മാസ്റ്റർ ഇതാണ്. അത് കുറച്ച് വലുതാവേണ്ടി ഒരുപാട് വലുത് കളറായിരിക്കും. ഉള്ളില് നമുക്കത് എടുത്ത് കഴിക്കുന്ന മാതിരി. പക്ഷെ നമ്മുടെ വെള്ളപ്പാറ്റയ്ക്കൊക്കെ പല മരുന്നുകൾ അടിച്ചാൽ അത് ഭവനത്തിൽ അത് ബുദ്ധിമുട്ടാവും. ജംബൂട്ടിക്കാവ എന്ന് പറയും. അതാണ് മറ്റേ ആ എലന്തി, ഹൈബ്രിഡ് എലന്തി. അത് നമ്മുടെ അവിടെ ശരിക്കും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ജംബൂട്ടിക്കാവ റെഡ് അല്ലേ? പല വെറൈറ്റീസും ഉണ്ട് അല്ലേ? ഇത് ഇത്തിരി പുളിയുണ്ട് അല്ലേ? പക്ഷെ ഇത് പ്രോസസ് ചെയ്താൽ നന്നായിട്ടുണ്ടാവൂലേ? ആയുർവേദവും ചെയ്യുന്നുണ്ട് കുറേയൊക്കെ അല്ലേ? മറ്റേത് സ്റ്റാർ ആപ്പിൾ ആണല്ലേ? നമുക്ക് ഇങ്ങോട്ട് ഇവിടത്തെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. ഇത് എന്തിനുള്ള? അപ്പൊ അതുകൂടെ ഒന്ന് താഴെ കിടക്കുന്ന ഈ ചക്കകൾ എന്താ? വിയറ്റ്നാം ഇത് ചക്കര വെള്ളിയല്ലേ? സർ, ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ബേർഡ് ആപ്പിൾ ആണ്. ഇതിന്റെ പേര് ബേർഡ് ആപ്പിൾ എന്ന് പറയും. ഈ ഒരു ചെറിയ ഒരു സ്ട്രോബെറി ആപ്പിൾ എന്നും പറയും. ബേർഡ് ആപ്പിൾ, അതായത് സ്മോൾ ബേർഡ്സുകൾക്ക് അത് കൊടുക്കാനാണ്. കണ്ടില്ലേ പക്ഷികളുടെ സൗണ്ട്? ഇത് കിളിഞ്ഞാവലല്ലേ? അതെ,
ഏതാണ് ഈ സാധനം? ഇത് കിളിഞ്ഞാവനല്ല, ഇത് സ്വീറ്റ് കൊക്കും. സ്ട്രോബെറി പേരയായിരിക്കും. സ്ട്രോബെറി പേര അല്ല, ഇത് സ്വീറ്റ് കൊക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൊക്കും ഉണ്ടല്ലോ, ഈ നമ്മൾ ജാം ഉണ്ടാക്കില്ലേ? ജാം അല്ല, ജാമല്ല, നമ്മൾ കേക്കിന്റെ മേലെയൊക്കെ ഒരു ലെയർ ഈ കൊക്കും ലെയർ എന്നാണ് പറയാ. അതൊന്നും ഇല്ലെങ്കിലും അത് ഇതൊരു കൊക്കുമാണിത്. ഓ ശരി. ഇത് സാധാരണ സ്വീറ്റ് ഓറഞ്ച്. ഓറഞ്ചാണ്. സ്വീറ്റ് ഓറഞ്ച്. മറ്റേത് ബുഷ് ഓറഞ്ച് അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ച് പറയും. ഇത് മിറാക്കിൾ ഫ്രൂട്ട്സ് അല്ലേ? ഓക്കെ. സ്ട്രോബെറി അപ്പുറത്തുള്ളതാണ്, അവിടെ ഉണ്ട്. സാറാണ് ബാബു പട്ടത്ത് എന്ന് പറഞ്ഞിട്ട്. ശരി. അപ്പം ഇത് ഓൾ സീസൺ മാംഗോ. ഇത് പക്ഷേ രോഗങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? ഞാൻ അധികം പെസ്റ്റിസൈഡ് അടിക്കാറില്ല, അപ്പം അതുകൊണ്ട് വേണം കിട്ടിയത് മതി എന്നുള്ളത്. ഓക്കെ. നല്ലൊരു പഴയ ലുക്കുണ്ട്. ഷൂട്ടിംഗ് അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടോ? സിനിമ ഷൂട്ടിംഗ് ആയിട്ട് വല്ലതും? അതെന്തിനുള്ളതാ? അരി ചേറാനാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? ഫസ്റ്റ് എയ്ഡ് ബോക്സും എല്ലാം ഉണ്ടല്ലേ? ഹരേ കൃഷ്ണ ഓയിൽമെൻറ്റ്സ്. ഇതൊക്കെ ലൈസൻസ്, മറ്റേ ഫസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ ഉണ്ട് അല്ലേ? അത് മറ്റേ അരിയുടെ സ്പെഷ്യൽ അത് പൊടിക്കാനല്ലേ?